വിലമതിക്കുന്ന റഷ്യയുടെ അഭിമാനമായ ഒരു അത്യാധുനിക ഹെലികോപ്റ്റർ കടലിന് നടുവിൽ അതീവ സുരക്ഷയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. റഷ്യൻ നാവികസേനയുടെ സർവ്വസന്നാഹങ്ങളും കാവലുണ്ട്. പക്ഷേ എവിടെ നിന്നില്ലാതെ മിന്നൽ പോലെ ഒരു കൊച്ചു ഡ്രോൺ പാഞ്ഞെത്തുന്നു. അടുത്ത നിമിഷം എല്ലാം വെറും പുകയും ചാരവും. അതെ, ബ്ലാക്ക് സീയിലെ കരിങ്കടലിലെ യുദ്ധമുഖത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് അവിശ്വസനീയമായ വാർത്തകളാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളെ റീറൈറ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലൂടെ യുക്രൈൻ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ കരുത്തുറ്റ KA-27 നേവി ഹെലികോപ്റ്ററിനെ ഒരു ചെറിയ FPV ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു. അതും ചരിത്രത്തിൽ ആദ്യമായി ഒരു സീ ബേസ്ഡ് ഡ്രോൺ കാരിയറിൽ നിന്ന് വിക്ഷേപിച്ചിട്ട്. ഇത് വെറുമൊരു ആക്രമണമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. വമ്പൻ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇനി കടൽ അത്ര സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ്. എന്താണ് ബ്ലാക്ക് സീയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് യുക്രൈൻ ഈ അസാധ്യമായ നീക്കം നടത്തിയത്? വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ വിവാദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 5-ാം തീയതി രാത്രിയിലാണ്. സമയം വളരെ വൈകിയിരുന്നു. കരിങ്കടലിലെ ഗോളിത്സെൻ ഗ്യാസ് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ഷിവാഷ് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സ്പെഷ്യൽ ഫോഴ്സും നാവികസേനയും ഒരു അതീവ രഹസ്യ നീക്കം നടത്തി. വെറും ഒരു എണ്ണഖനന പ്ലാറ്റ്ഫോം എന്നതിലുപരി സിവാഷ് പ്ലാറ്റ്ഫോമിനെ റഷ്യ ഒരു വലിയ മിലിറ്ററി ഹബ്ബാക്കി മാറ്റിയിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇനി ഹൈടെക് സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റിലേ നോഡുകൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒഡേസയിലേക്കും മൈക്കലോവിയയിലേക്കും വിക്ഷേപിക്കുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് ഓഫീസ് ആയിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം. ഇത് തകർക്കാതെ യുക്രൈന് തങ്ങളുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ഈ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റഷ്യയുടെ KA-27 ഹെലികോപ്റ്ററിന്റെ തകർച്ചയാണ്. നേവി ഹെലികോപ്റ്ററുകളിൽ വളരെ പവർഫുൾ ആയ ഒന്നാണ് ഇത്. സമുദ്രത്തിനടിയിലെ സബ്മറൈനുകളെ കണ്ടെത്താൻ പ്രത്യേകമായി നിർമ്മിച്ച ഈ ഹെലികോപ്റ്റർ റഷ്യൻ നാവികസേനയുടെ കണ്ണും കാതും പോലെയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണെന്നോ? ഈ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു യുക്രൈനിയൻ FPV ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ മിന്നൽ വേഗത്തിലെത്തിയത്. ലാൻഡിംഗ് പോയിന്റിൽ വെച്ച് കൃത്യമായ ടൈമിംഗിൽ ഡ്രോൺ ഹെലികോപ്റ്ററിൽ ഇടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആ ഹെലികോപ്റ്റർ വെറും ചാരമായി മാറുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ യുക്രൈനിയൻ നേവി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ഡേവിഡ് വേഴ്സസ് ഗോലിയാത്ത് പോരാട്ടമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഡ്രോൺ എവിടെ നിന്നാണ് വന്നത്? തീരത്ത് നിന്നല്ല, മറിച്ച് ഒഴുകി നടക്കുന്ന ഡ്രോൺ കാരിയേഴ്സിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് വലിയൊരു ഗെയിം ചേഞ്ചറാണ്. സാധാരണ ഡ്രോണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരത്തിന് ഒരു പരിധിയുണ്ട്, അതായത് ഒരു ലിമിറ്റഡ് റേഞ്ച് ഉണ്ട്. എന്നാൽ ഈ കാരിയറുകൾ ഉപയോഗിച്ച് കടലിന്റെ മധ്യത്തിൽ ചെന്ന് ഡ്രോണുകളെ ലോഞ്ച് ചെയ്യാൻ യുക്രൈന് കഴിയുന്നു. ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ 115 കിലോമീറ്ററിലധികം വേഗതയുണ്ട്. അതുകൊണ്ട് തന്നെ പൈലറ്റിന് പെട്ടെന്ന് തിരിച്ചറിയാനോ വെട്ടിക്കാനോ കഴിയില്ല. ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് യുക്രൈന്റെ വലിയൊരു വിജയം തന്നെയാണ്. പ്രതിരോധ നിരീക്ഷണ ഗ്രൂപ്പായ ഓറിക്സ് നൽകുന്ന കണക്കനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്ക് നഷ്ടമാകുന്ന രണ്ടാമത്തെ KA-27 ഹെലികോപ്റ്റർ മാത്രമാണിത്. പക്ഷെ മൊത്തം കണക്ക് നോക്കിയാൽ റഷ്യക്ക് ഏകദേശം 170ഓളം ഹെലികോപ്റ്ററുകൾ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും യുക്രൈനിയൻ സൈന്യം തകർത്തതോ അല്ലെങ്കിൽ പിടിച്ചെടുത്തതോ ആണ്. കരിങ്കടലിൽ ഇതിനകം തന്നെ റഷ്യയുടെ വമ്പൻ കപ്പലുകൾ യുക്രൈൻ തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളും ഹെലികോപ്റ്ററുകളും കൂടി ഇല്ലാതാകുന്നതോടെ റഷ്യൻ നേവി ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. യുക്രൈൻ തങ്ങളുടെ വളരെ ലിമിറ്റഡ് ആയ നാവികശേഷി ഉപയോഗിച്ച് റഷ്യയുടെ വമ്പൻ യുദ്ധക്കപ്പലുകളെയും പ്ലാറ്റ്ഫോമുകളെയും തകർക്കുന്നത് വൻ ശക്തിയായ റഷ്യയ്ക്ക് കനത്ത ആത്മവിശ്വാസ തകർച്ചയാണ് നൽകുന്നത്. ഒരു വൻ ശക്തിയായ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഹിറ്റ് തന്നെയാണ്. യുദ്ധകളത്തിലെ ഈ പരാജയങ്ങൾക്കിടയിലാണ് റഷ്യൻ ഭരണകൂടത്തിനുള്ളിലെ ചില അസ്വസ്ഥതകൾ പുറത്തുവരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വീണ്ടും അഭ്യൂഹങ്ങൾ പടരുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിൽ അദ്ദേഹം നിർത്താതെ ചുമയ്ക്കുന്നതും പ്രസംഗം പാതി വഴിയിൽ നിർത്തുന്നതും കണ്ടു. രസകരമായ കാര്യം എന്താണെന്നോ? ഈ വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ ക്രെംലിൻ പിൻവലിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് പുറത്തിറക്കി. ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നേതൃത്വത്തിന്റെ ആരോഗ്യം പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ റഷ്യയ്ക്കുള്ളിൽ തന്നെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ മാറ്റമാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ടാങ്കുകളും കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഇനി സുരക്ഷിതമല്ല. വെറും ലക്ഷങ്ങൾ മാത്രം വിലയുള്ള കടയിൽ കിട്ടുന്ന പാർട്സ് വെച്ച് നിർമ്മിക്കുന്ന ഡ്രോണുകൾക്ക് വലിയ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്നു. ഈ സാങ്കേതിക മേൽക്കൈയാണ് യുക്രൈനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. വലുപ്പത്തിൽ ചെറിയ രാജ്യമാണെങ്കിലും അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ബുദ്ധിയും ഉപയോഗിച്ചാൽ ഏത് വമ്പൻ ശക്തിയെയും നേരിടാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബ്ലാക്ക് സീയിലെ ഈ പുതിയ അധ്യായം. വരും ദിവസങ്ങളിൽ ഇത്തരം സ്മോൾ സ്കെയിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത.
റഷ്യയുടെ സർവൈലൻസ് സംവിധാനങ്ങൾ തകരുന്നതോടെ യുക്രൈനിയൻ സൈന്യത്തിന് വായുവിലും കടലിലും കൂടുതൽ കരുത്ത് ലഭിക്കും. അന്താരാഷ്ട്ര സമൂഹം ഈ നീക്കങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിലും ഓരോ ദിവസവും ഓരോ പുതിയ പാഠങ്ങളാണ് ഇത് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.